ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാലും എത്രയായാലും അധികം വരും കുറച്ചെങ്കിലുമൊക്കെ. അതോ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാധനങ്ങളുടെ വില. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇത് രാത്രി കഴിച്ചിട്ട് ബാക്കി വന്നിരിക്കുന്ന റൊട്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വീണ്ടും കഴിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചൊന്ന് ഫാൻസി ആക്കി എടുത്താലോ. 3-4 പൊട്ടറ്റോ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. മിക്കവാറും ആൾക്കാരുടെ വീടുകളിൽ ചപ്പാത്തിയാണല്ലോ രാത്രി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അധികം വരും. അപ്പോൾ അതിനെ കുറച്ചൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്തെടുത്താൽ കുട്ടികളും കഴിക്കും. ആർക്കും ഇതറിയേയില്ല ഇത് ഇന്നലത്തെ ചപ്പാത്തിയാണെന്നുള്ളത്. ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. മല്ലിയിലയും വെളുത്തുള്ളിയും അല്പം ഉപ്പും പച്ചമുളകും ഐസ് ക്യൂബും ചേർത്ത് അരച്ചെടുത്തു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയുള്ളൊരു മസാലയാണിത്. പച്ചമുളകും കുറച്ച് മല്ലിയിലയുടെ തണ്ടും 1 ടീസ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ ജീരകം 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇതിൻ്റെ കൂടെ 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊട്ടറ്റോയിൽ ചേർക്കാൻ വേണ്ടിയുള്ളൊരു മസാലയാണ്. ഇങ്ങനെ ഈ തരിതരിപ്പായിട്ട് കിടക്കുന്ന മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ. അമ്മിക്കല്ലിലൊക്കെ വെച്ച് നല്ലതുപോലെ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കും ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ട്, പക്ഷേ അത് കഴുകിയെടുക്കാൻ തന്നെ എത്ര സമയം വേണം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിത് മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. മസ്റ്റർഡ് ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഈ പൊടിച്ചു വെച്ച മസാല ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസ്റ്റർഡ് ഓയിൽ നല്ല കട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങൾ ചേർത്താൽ അധികം എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ കുറവായതുകൊണ്ടാണ് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. മസാല ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ ചേർക്കാം. ഇതിലധികം മസാലയുടെ ആവശ്യമില്ല. ഈ ഉരുളക്കിഴങ്ങ് തന്നെ ഈ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. നേരത്തെ ചേർത്ത ഒരു പച്ചമുളക് മാത്രമാണുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. എരിവ് ആവശ്യമാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കറികൾക്കെല്ലാം ഉപ്പ് ഇതുപോലെ ലാസ്റ്റിലാണ് ഇടുന്നതെങ്കിൽ അധികം ഉപ്പ് ആവശ്യമില്ല. ഉപ്പിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പൊട്ടറ്റോ നോക്കിയേ, മസാല നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മണവും ഉണ്ട്. ആവശ്യാനുസരണം മല്ലിയില ഇട്ട് കൊടുക്കാം. എത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയതെന്ന് കണ്ടില്ലേ. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെയൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. നല്ലൊരു കറിയായിട്ടും അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനി എങ്ങനെയാണ് നമുക്ക് ചപ്പാത്തിയോടൊപ്പം ഫാൻസി ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചപ്പാത്തിയെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. ഇത് ഫുൽക്കെ ആയിട്ടുണ്ടാക്കിയ ചപ്പാത്തിയാണ്, ഓയിൽ ഒട്ടും തന്നെ ഇല്ലാത്തത്. ഇതിനി ചൂടാക്കാൻ വേണ്ടി അല്പം ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ബട്ടറോ ഗീയോ ഉപയോഗിക്കാം. ഞാൻ വളരെ കുറച്ചാണ് എടുക്കുന്നത്. ഇത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ജോലിയൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ ചപ്പാത്തി റെഡിയാക്കി വെച്ചിരുന്നാൽ രാവിലെ നല്ല എളുപ്പമല്ലേ. പൊട്ടറ്റോയും രാത്രി തന്നെ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് രാവിലെ എണീറ്റ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടാനുസരണം ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ഇതിൽ പുരട്ടി കൊടുക്കാം. ഇനി ഈ പൊട്ടറ്റോ ഇതിലേക്ക് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പൊട്ടറ്റോയുടെ പുറത്ത് ഗ്രീൻ ചട്നി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്യാം. ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ നീളത്തിൽ വച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. സാധാരണ മോളുകളിലൊക്കെ അല്ലേ ഇത്തരം റാപ്പൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിലൊക്കെ ഭയങ്കര ഒരു പുതുമയായിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ ഇത്ര നിസ്സാരമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വീട്ടിലുള്ള ഭക്ഷണത്തോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. പുറമേ ഇതിനൊക്കെ എത്ര വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. ഇത് ചെയ്യാനാണെങ്കിൽ വളരെ ഈസിയല്ലേ. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ ഇന്നലത്തതല്ലേ എടുത്ത് കളയാം എന്ന് വിചാരിക്കേണ്ട. ഇതുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.